ഹലോ ഗായ്സ്, ഞാൻ ഫിൽറ്റേഡിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗുരുവായൂരമ്പലത്തേക്ക് പോകണ്ട. അതാണ് ഞാൻ ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നത്. മുണ്ടെടുത്തുണ്ട് ഹലോ എങ്കിൽ അപ്പോൾ നാളെ ആറാട്ടാണ്, 10 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് പറ നിറയ്ക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും അമ്മയൊക്കെ പറ നിറയ്ക്കാൻ പോണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അപ്പം ഞങ്ങൾ പോവായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അച്ഛനായിട്ടാണ് പോണത്. അച്ഛാ ഒരു ഹായ് പറഞ്ഞെല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിന്. നിഷ്കളങ്കനായിട്ടുള്ള അച്ഛൻ എന്ത് പാവാണ്. ചേച്ചി ഉണ്ട് അവിടെ. അമ്മ ചേച്ചി ഹായ് പറഞ്ഞിട്ട് എല്ലാരോടും. അമ്മ ഞാനും. അമ്മ നല്ല സുന്ദരി ഉണ്ടല്ലേ. അപ്പൊ അച്ഛൻ ഗുരുവായൂർ ദിവസത്തിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അച്ഛൻ അവിടെ ഗുരുവായൂർ ദിവസത്തിൽ തന്നെ കാവീട് ഗോകുലുണ്ട്, പശുക്കളുടെ ഫാം. അവിടെ അച്ഛൻ്റെതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി 2 മാസം കഴിഞ്ഞ് നമ്മൾ റിട്ടയർഡ് ആവും. 2 മാസം കഴിഞ്ഞ് അച്ഛൻ റിട്ടയർഡ് ആവുകയാണ്. എത്ര വർഷം അവിടെ പണിയിട്ട്? 25. എനിക്ക് 1 വയസ്സുള്ളപ്പോഴെന്താണ് ഞാൻ ജനിച്ചതിന്റെ ശേഷമാണ് അച്ഛൻ്റെ ഗുരുവായൂർ ദിവസത്തിന് ജോലി കഴിഞ്ഞിട്ടോ. അപ്പോൾ 25 വർഷം ആവണുള്ളൂ. 25 വർഷം അച്ഛൻ പണിയുണ്ട്. ഇനി അച്ഛൻ റിട്ടയർമെന്റ് ലൈഫിലോട്ട് വരികയാണ് 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ ആദ്യമായിട്ടാണ് ഞാനും അമ്മ പറ വെക്കാൻ പോകുന്നത്. അല്ലമ്മ? അത് തമ്മിലൂടിയിട്ട് അപ്പൊ ഞാൻ അടിയാ കൂട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ എന്തേലും സംസാരത്തിൽ ഇങ്ങനെ വല്ല പെശക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ആ ഒരു കോൺവെർസേഷൻ അവിടെ വെച്ച് നിർത്തണം. അല്ല അച്ഛാ? അത് ആരാ? അതെ അതെ, 2 സ്ട്രോങ് ആണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങള് പറയ്ക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക. അപ്പൊ കാവീട് എന്ന് പറയുന്നത് പശുക്കളുടെ ഫാമാണ്. അപ്പൊ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാൽപ്പായസത്തിനും അതുപോലെ തന്നെ വെണ്ണ, നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പാലിൽ നിന്നാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പൊ അതൊക്കെ കൊണ്ടൊരു നമ്മളുടെ കൂട്ടത്തുനിന്നാവും. അപ്പൊ ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ ചെറുതായിട്ട് ആവുകയാണ്. അപ്പൊ അച്ഛന് എന്താ പറയാനുള്ളത്? ഓരോ ഘട്ടങ്ങൾ കഴിയാണല്ലേ. അങ്ങനെ ഏപ്രിലിൽ അച്ഛൻ റിട്ടയർഡ് ആവും. ഈ റിട്ടയർഡ് ആവണ ഈ ഒരു വർഷമാട്ടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അച്ഛൻ ഗുരുവായൂർ ദിവസത്തിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അമ്മേനെ ആദ്യമായിട്ടാണ് പറ നിറയ്ക്കാൻ കൊണ്ടുപോകണതും അതുപോലെ തന്നെ ആറാട്ടിലൊക്കെ ഞങ്ങൾ പോണത് ആദ്യമായിട്ടാണ് 25 വർഷത്തിന് ശേഷം. അല്ല അമ്മ? അതും തല്ലൂടിയിട്ട് തല്ലൂടിട്ടതല്ലേ നേരത്തെ വീഡിയോയില് തല്ലൂടി എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊടുക്കണത്. അതെ, അച്ഛന്റെ പോളിസി അറിയിപ്പോ ഈ അവിടെ ഞായറാഴ്ച അതുപോലെ തന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊന്നും അച്ഛൻ ഞങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കില്ല. അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ അച്ഛൻ ഞങ്ങളെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാൻ പറയുള്ളൂ. ഈ സൺഡേ അതുപോലുള്ള ദിവസങ്ങളൊക്കെ ദൂരെ നിന്നൊക്കെ എത്രയോ ആളുകൾ തൊഴാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും നമ്മൾ പോകാറില്ല. അവർക്ക് എന്താ വെച്ചാൽ അത്രയും ദൂരം അത്രയും ക്യൂലൊക്കെ നിന്നിട്ടാണ് അവർ തൊഴുന്നത്. അപ്പോൾ നമ്മള് അത്രയും ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ആ ഒരു അവരുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ അച്ഛന് കുറച്ച് കർക്കശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും നമ്മൾ ആ അമ്പലത്തേക്ക് പോകാറില്ല. അങ്ങനെയാണ്. പരിപാടി കഴിഞ്ഞിട്ട് 10 ദിവസം അന്നദാനം ഉണ്ടാവും. നമ്മുടെ ദേശക്കാർക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാവും. രാവിലെ കഞ്ഞിയും പുഴുക്കവും, ഉച്ചയ്ക്ക് ചോറും അതുപോലെ തന്നെ മറ്റെന്താണ് രസകാളൻ, മോരുകറി എന്നല്ല പറയാ, രസകാളനാണ് ഉണ്ടാവുക.
അങ്ങനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദീപമൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യാൻ. ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കണ്ടില്ല വണ്ടി പറിച്ച് എനിക്ക് കാണിച്ചിട്ടുണ്ട്. അടുത്തത് എന്തായാലും ഞാൻ കാണിച്ചുതരും ഗൈസ്. അതങ്ങനെ പോയി, കുഴപ്പമില്ല, പോട്ടെ. ഇപ്പൊ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഇല്ലേ, അവിടെ അവരെല്ലാരും കൂടിയിട്ട് നല്ല ഭംഗിയില് ഒരു കൃഷ്ണന്റെ രാധനയൊക്കെ വേഷം ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് കണ്ടുപിടും കണ്ട് അലങ്കരിക്കണമൊക്കെ. അങ്ങനെ എല്ലാ വീടുകളിലും എന്നാലും ഒരുവിധം എല്ലാ വീടുകളിലും ഷോപ്പുകളിലൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്തൊക്കെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിനപ്പുറത്തേക്ക് എന്താ അവിടെ ഭയങ്കര തിരക്കാകുമ്പോഴത്തേന് അവിടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ നല്ല തിരക്കാവും, തിരിച്ചു വരുമ്പോൾ വണ്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പറ്റുന്നത്. ഹായ് സുന്ദരി, എവിടെയോ നല്ല കണ്ടുപരിച്ചില്ല. എന്ത് പേര്? അയ്യോ അത് അടങ്ങില്ല. അപ്പോ ഞങ്ങള് പറഞ്ഞ പോവാണ്. അതിന്റെ വിശേഷങ്ങളായിരിക്കും വീഡിയോയില്. അമ്മയ്ക്കൊന്ന് അമ്മ ഭയങ്കര ഹാപ്പി ആട്ടാ. അമ്മ ആദ്യമായിട്ട് ആറാട്ട് കാണാൻ വരുന്നതിന്റെ സന്തോഷമൊക്കെ അമ്മയ്ക്കുണ്ട്. എന്താ ഒരു പഴം എങ്ങനെ ഞാൻ മുല്ലപ്പൂട്ടിയാണ് കൈ കാണാനില്ല ബാക്കിൽ വെച്ചുള്ളത്. എവിടെ നമ്മളെവിടെ? ആ അതാ ആ നമ്മള് അച്ഛൻ്റെ അവിടെ കണ്ടില്ലേ, കാവീട് ഗോകുലം എന്ന് പറഞ്ഞിട്ട് അവരെ സെപ്പറേറ്റ് പറ വയ്ക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇങ്ങോട്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം മനസ്സിലായത്. കുറച്ച് ആൾക്കാരായിട്ട് നല്ല തിരക്കുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ആ വരുന്ന നേരത്തെ അപ്പണ്ട് നിറക്കിണ്ടാവില്ല ആ കുളത്തിൻ്റെ അടുത്ത്.
നല്ല തിരക്കാണ്, ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. എന്നാലും ഞങ്ങൾ ഇത്രയും വർഷം കൂടുന്നില്ലല്ലോ. അറിയില്ലല്ലോ. അടിപൊളി. അമ്മന്തി ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി. ഫസ്റ്റ് വന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടാ. നല്ല ഇറക്കം അവിടെയൊക്കെ. അപ്പൊ ഇങ്ങോട്ടൊക്കെ പോകും. പ്രസാദേട്ട് എന്തേലും പറയും, എന്തേലും കൊണ്ട് പറഞ്ഞോളി. അതെ അതെ അതിന് എന്റെ അച്ഛനും കൂടെ വർക്ക് ചെയ്യുന്ന ഏട്ടനാണ് പ്രസാദ്. ഇത് അലങ്കാരം മറ്റേ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഭഗവാന് പറയിക്കുന്നത്. ഇത് കയറി എടുത്തോളൂ, ഇത് മാത്രം ഫ്രീ. അമ്പലത്തിന്റെ ഉള്ളില് കിഴക്കേ ഭാഗത്ത് എന്താ സംഭവം? ആ ഒരു ചെറിയ തൊഴുത്ത്. ഹായ് അയൽവാസി. പോവായോ? തുമ്പി തുമ്പി ഇവിടെ